പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂ പൊട്ടിക്കാൻ വേണ്ടി ഇതാ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു സ്വഭാവം അറിയാലോ, കാരണം ഇന്ന് വിരിഞ്ഞ് നാളെ കൊഴിയുന്ന പൂവാണെങ്കിൽ മാത്രം ഞാൻ പൂക്കളിടാൻ വേണ്ടി പൊട്ടിക്കുള്ളൂ. ബാക്കി പൂക്കളൊന്നും ഞാൻ പൊട്ടിച്ചെടുക്കില്ല. അപ്പോൾ ഇതാ കുറച്ച് പൂവൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് മേടിക്കേണ്ടി വരാറുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു തുളസി കതിരും കൂടി നടുവിൽ വെച്ച് കൊടുത്തപ്പോൾ ഇതാ എൻ്റെ പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ദേശമായിട്ട് ഇതാ മണ്ണൊക്കെ നന്നായിട്ട് കൊത്തി ഇളക്കാണ്. നമ്മളിതാ കുമ്മായി എങ്ങനെ വെതറി കൊടുക്കും മണ്ണിൽ, എന്നിട്ട് ഇതേപോലെ കൊത്തി ഇളക്കും. അതായത് അടിമണ്ണ് മുകളിലേക്ക് വരണം, ആ ഒരു രീതിയിൽ കേട്ടോ. പിന്നെ നമ്മുടെ പേളിക്കുട്ടിയും ടൈസിനും അമ്പ്രൂസും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഷായിട്ട് 4 മൂളേക്കും കുഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പന്തലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട രീതിയിൽ തന്നെ എൻ്റെ പന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈപ്പിക്ക് പടരാനുള്ള പന്തലാണ്. പിന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇവിടെ അമ്പഴയുണ്ടോ എന്ന്. അമ്പഴുണ്ട്. ഈ അമ്പഴത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എപ്പോഴും അമ്പഴങ്ങ ഉണ്ടായി നിൽക്കും. അപ്പോൾ അതായത് കണ്ടോ, പൂവ് കണ്ടോ, ഓരോ സ്റ്റെപ്പ് കഴിയുന്നതിനനുസരിച്ച് അതേപോലെ നമുക്ക് അമ്പഴം ഉണ്ടായി കിട്ടും. പിന്നെ ഇത് നമ്മുടെ കുക്കമ്പർ കേട്ടോ. കഴിഞ്ഞ മഴയത് നമ്മുടെ ഈ കുക്കമ്പർ ആകെ വാടിപ്പോയി. കുറേ കുക്കമ്പർ നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ ലാസ്റ്റ് ഒരു 4-5 കുക്കമ്പർ കൊണ്ട് പൊട്ടിക്കേണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ചെടുത്ത് ആ പന്തലൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇത് നമുക്ക് പടവലിങ് ആയിട്ട് പൊട്ടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പാട്ടോ. കണ്ടോ, ഇത് നമ്മൾ കിളികൾക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ കൊടുക്കണതാണ് കേട്ടോ പപ്പായ. ഓരോ പപ്പായ വെച്ച് കൊടുക്കും അവർക്ക്. അപ്പോൾ അവരത് തിന്നും, കാരണം വേറെ ഒന്നും അവർക്കിപ്പോൾ തിന്നാനില്ല. പിന്നെ നമുക്കിത് പീച്ചിങ് പൊട്ടിക്കേണ്ടായിരുന്നു. ഇതൊക്കെ പൊട്ടിച്ച് നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. പിന്നെ ഞാനിത് അത്യാവശ്യം ഓണക്കൊടി എടുത്തു. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ കുറേ പേർക്ക് ഓണക്കൊടിക്ക് അത്യാവശ്യം എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഓണക്കൊടിയൊക്കെ എടുത്തു. ഇത് നമ്മുടെ കൺമണിക്കുട്ടിക്ക് എടുത്തതാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക്, പിന്നെ എൻ്റെ അമ്മയുടെ പോലെ തന്നെ കാണുന്ന ഒരു അമ്മയും കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഓണക്കൊടിയാണ് എടുത്തത്. പിന്നെ ആ യൂണിക് ഫാമിലി 2.0 ഒരു പാചകമൊക്കെ വെക്കാട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്രയ്ക്കുള്ള നമ്മൾ